എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാൻ ഇന്നൊരു ചെറിയ അവിയൽ വെക്കാമെന്ന് ഓർത്താണേ. വിഷുവിൻ്റെ പച്ചക്കറിയൊക്കെ വിഷുവിന് അവിയൽ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് പച്ചക്കറികളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്നാൽ അത് ഒരു ചെറിയ അവിയലങ്ങ് വെക്കാമെന്ന് ഓർത്താണേ. ഗ്യാസ് സ്റ്റൗ കത്തിച്ചു, ഉരുളി അടുപ്പത്ത് വെച്ചു. ഉരുളിക്കകത്ത് അവിയൽ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ചേട്ടൻ്റെ ഇൻസുലിൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അവിയൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഈ ഉരുളിക്കകത്ത് ഒഴിച്ചിട്ടേ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ ഈ കഷ്ണങ്ങൾ വാരിയിടണം. കഷ്ണങ്ങൾ വാരിയിട്ടിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ച് വെള്ളത്തിനകത്ത് വേവിച്ച് കഴിയുമ്പോൾ ഒരു വെള്ളച്ചോവ് പോലെ വരും. അപ്പോൾ അവിയലിനൊരു ടേസ്റ്റ് കിട്ടണേ നമ്മൾ ഈ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് വേണ്ട കഷ്ണം മുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ എല്ലാം വാരി മാറ്റണം. ഇതിനകത്ത് അവിയലിൻ്റേതായ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ എണ്ണ എല്ലാ സ്ഥലത്തും ഒന്ന് പിടിച്ചു കൊടുക്കും. ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇടണം. പിന്നെ മുളക് പൊടി, ഒരു വെള്ള കളർ വരാതിരിക്കാൻ ശക്കലം മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ കഷ്ണത്തിനത് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ എരിവ് ഉണ്ടാവും. ഒരു ശക്കലം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരുപാട് വേണ്ട, കുറച്ച്. എന്നിട്ട് നമ്മളിത് ഒന്നുകൂടെ കുടഞ്ഞിട്ട് ചെറു തീയിൽ സിമ്മിലിട്ടിട്ട് നമ്മൾ ഈ കഷ്ണം വേവിച്ചത് ഇടയ്ക്ക് നമ്മളിതൊന്ന് അടപ്പ് മാറ്റി നോക്കണം, അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന്. ഇനി അടിക്ക് പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ശക്കലം വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇത് കഷ്ണം വേവട്ടെ. കഷ്ണം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള മാങ്ങയും ഉപ്പും ചേർക്കാൻ. കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാനേ. അപ്പം മാങ്ങയും ഉപ്പും കൂടെ ഒന്ന് ചേർത്താൽ മതി. അതുവരെ ഇതൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതിനുള്ള അരപ്പ് റെഡിയാക്കി വരാവേ. ഓക്കേ.